എല്ലാ മാന്യ പ്രേക്ഷകർക്കും മരിയ വിഷനിലേക്ക് സ്വാഗതം. മരിയ വാർത്തകൾ. നെടുമ്പാശ്ശേരി നിയുക്ത കർദിനാൾ മോൺസിഞ്ഞോർ ജോർജ് കൂവക്കാടിന് എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയിലെ വിശ്വാസി സമൂഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി. അനേകം വിശ്വാസികളാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ രാവിലെ തന്നെ വന്നെത്തിയത്. കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ഫാദർ തരിയൻ ഞാളിയത്ത് എന്നിവർ സംബന്ധിച്ചു. കാത്തലിക് നസ്രാണി അസോസിയേഷൻ മേജർ അതിരൂപത ഭാരവാഹികളായ ചെയർമാൻ ഡോക്ടർ എം ബി ജോർജ്, കൺവീനർ ജോസ് പാറേക്കാട്ടിൽ, വക്താവ് ഷൈബി പാപ്പച്ചൻ, പോൾസൺ കുടിയിരിപ്പിൽ, ബൈജു തച്ചിൽ, എം എ ജോർജ് എന്നീ അൽമായ നേതാക്കളുടെ നേതൃത്വത്തിൽ നിയുക്ത കർദിനാളിനെ പൂച്ചെണ്ടും ഷാളും നൽകി സ്വീകരിച്ചു. നന്ദി പറയുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ ഭാരതസഭയ്ക്കും നമ്മുടെ കേരളത്തിനും സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകമായിട്ട് നൽകിയ ഒരു സമ്മാനമാണ്. ഇത് വ്യക്തിപരമായ ഒരു സമ്മാനമല്ല. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേകമായ സ്നേഹവും പിതാവിൻ്റെ പ്രത്യേക താല്പര്യവുമാണ് ഇത് തെളിയിക്കുന്നത്. നമുക്ക് പരിശുദ്ധ പിതാവിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന എനിക്ക് ഉണ്ടാകണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയും ചെയ്യുന്നു. നമുക്ക് ഞാൻ എടുത്തിരിക്കുന്ന ആപ്തവാക്യം എന്ന് പറയുന്നത് മിശിഹ സ്നേഹത്തിൻ്റെ പരിമളം പരത്തുക എന്നുള്ളതാണ്. നമുക്ക് ഒരുമിച്ച് നന്മ ചെയ്യാനായിട്ട്, പരസ്പരം സ്നേഹിക്കുവാനായിട്ട് ഉള്ള ആ ചുറ്റുപാടിൽ നമുക്ക് പങ്കുചേരാതെ എല്ലാവരും ഈ കഴിഞ്ഞ യാത്ര 2020 നടക്കേണ്ട യാത്രയാണ് ഇപ്പോൾ ഏഷ്യ ഓഷ്യാനിയയിൽ കഴിഞ്ഞ നാളിൽ നടന്നത്. അതുകൊണ്ട് പല യാത്രകളും ക്ഷണം ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് ഏത് സമയത്ത് നടക്കുമെന്ന് കൃത്യം പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും ഉടനെ 2021 ജൂബിലി വർഷമായതുകൊണ്ട് മാപ്പാപ്പ സാധാരണ ഗതിയിൽ കൂടുതൽ സമയം സമയമായിട്ട് പ്രഖ്യാപിച്ച സീറോ മലബാർ സഭയുടെ വളർച്ചയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യമാണോ ഈ മാർപ്പാപ്പ സീറോ മലബാർ സഭ അംഗസംഖ്യയിൽ ഏറ്റവും വലിയ സഭകളിൽ 2ാം സ്ഥാനമാണ് പ്രത്യേകമായിട്ടുള്ളത്. സഭയുടെ വളർച്ചയ്ക്കുള്ള അംഗീകാരം തന്നെയാണ് സഭയുടെ പാരമ്പര്യം, അപ്പസ്തോലിക പാരമ്പര്യത്തെയൊക്കെ വിലമതിക്കുന്നതിൻ്റെ അടയാളം ആണെന്ന കാര്യം സംശയമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്കിതൊരു വെല്ലുവിളിയും കൂടെയാണ്. സഭയുടെ വളർച്ച എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്. അപ്പോൾ ആ ആധ്യാത്മിക വളർച്ചയ്ക്ക് ഉള്ള ഒരു ഉത്തേജനമായിട്ടാണ് പട്ടം നൽകിയതുപോലെ പിതാവാണ്. ആ പിതാവിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് ഇപ്രകാരം ഒരു അംഗീകാരം ലഭിച്ചുവെന്ന് ആദ്യമായിട്ട് അറിയുമ്പോൾ സത്യത്തിൽ ഞാൻ ചിന്തിച്ചത് ഇത് അഭിമന്യ പൗത്രപിതാവിന് കിട്ടേണ്ട ഒരു അംഗീകാരമാണ്. പിതാവിൻ്റെ പ്രാർത്ഥനയും പിതാവിൻ്റെ അനുഗ്രഹവും വഴി സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകം ലഭിച്ച ഒരു ദൈവാനുഗ്രഹമായിട്ടാണ്. അപ്പോൾ അതൊരൊറ്റ കാര്യം കൂടി, അത് ഈ സീറോ മലബാർ സഭയിലെ ഇപ്പോൾ കുർബാന തർക്കം രൂക്ഷമായി തുടരുകയാണ്. അപ്പോൾ വത്തിക്കാനിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള ഇടപെടലുകൾ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടില്ല, അതിനെ സംബന്ധിച്ചുള്ള ഇടപെടലുണ്ടാവും. അത്തരം കാര്യങ്ങളെപ്പറ്റി ഞാൻ എൻ്റെ ഉത്തരവാദിത്തത്തിൽ മാർപ്പാപ്പയുടെ വിദേശയാത്രകൾ മാത്രമേ ഉള്ളൂ. മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അതിന് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഓറിയന്റൽ ഡിക്കാസ്റ്ററിയാണ് തീരുമാനമെടുക്കുന്നത്. പിന്നെ നമ്മുടെ പിതാക്കന്മാർ ഇപ്പോൾ റോമിലുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുവാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പുറത്തുണ്ടോ? ഓക്കെ 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 ഓക്കെ.